എൻ്റെ പേര് ലീല. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ 15-ന്. മുമ്പൊരിക്കൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കുണ്ടായ രോഗസൗഖ്യം ഞാൻ ഈശോയിലും അമ്മയിലും സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് 4.5 വർഷമായിട്ടുണ്ടായിരുന്ന കിഡ്നി രോഗം അമ്മയുടെ ഇടപെടലിലൂടെ എനിക്ക് സൗഖ്യം കിട്ടി. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ആദ്യ പരിശോധനയിൽ കിഡ്നി രോഗമുണ്ടെന്നും അത് ഇങ്ങനെ ചെറിയ രൂപത്തിലായിരുന്നു. മരുന്നൊക്കെ കുറേ കാലം കഴിച്ചു. പിന്നെ സോഡിയം കുറയലും തുടങ്ങി. അപ്പോൾ പിന്നെ മരുന്ന് തീരെ കഴിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുക. എന്നിട്ട് ഭക്ഷണങ്ങളൊന്നുമില്ലാതെ ഒരു ചികിത്സ എറണാകുളത്ത് പ്രകൃതി ജീവനത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ പോയി. അവിടെ ചികിത്സ ചെയ്തു. അത് കുറച്ചു കാലം അങ്ങനെ തുടർന്നു. ഭക്ഷണ ക്രമീകരണത്തിലൂടെ മരുന്നും ഗുളികയൊന്നും പിന്നെ ഞാൻ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. എന്നിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് ഇപ്പം 4ാമത് പുതുക്കിയപ്പോഴാണ് 4ാമത് പുതുക്കി 3-ാം ദിവസം പരിശോധിക്കാൻ ഒരു കാരണം ഞങ്ങൾക്ക് അമ്മ തന്നു. 4ാമത് ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് കാരണം ഉണ്ടായത് ഇതാണ്. പെട്ടെന്ന് വളരെയധികം കിഡ്നി രോഗം വർദ്ധിച്ചു. 40 ഫിൽട്രേഷൻ 40 കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ചിട്ടയുള്ള പ്രാർത്ഥനയും മുട്ടിൽ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും ഉപ്പും തേനും ഒക്കെ നിത്യവും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായനയും വചനവായനയും ജപമാല ചൊല്ലലും കാരുണ്യപ്രവൃത്തികളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചത്. എന്നിട്ട് ഞങ്ങളപ്പോൾ ഇനി എന്നാൽ ഉടമ്പടി പുതുക്കാം. അപ്പോൾ ഉടമ്പടി 4ാമത് പുതുക്കി. എന്നിട്ട് 3-ാം ദിവസം ഇതുവരെ ഞങ്ങൾ അങ്ങനെ പരിശോധിച്ചിട്ടില്ല. ഇത്തവണ മാത്രമാണ് അങ്ങനെ ഒരു കാരണം ഉണ്ടായി. എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വിവരം കിട്ടി ഞങ്ങൾക്ക്. എറണാകുളം മെഡിക്കൽ സിറ്റിയിൽ പോയിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കണ്ട് പരിശോധിച്ചാൽ എന്താണെങ്കിലും അവിടുന്ന് അറിയും രക്ഷയുണ്ടോ എന്നൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെ എന്നാൽ പോവാൻ തീരുമാനിച്ചു. 3-ാം ദിവസം തന്നെ പരിശോധിക്കാൻ പോയി. നെഫ്രോളജിസ്റ്റ് മുഹമ്മദ് ഇക്ബാലിനെ കണ്ടു. ഡോക്ടറെ കിഡ്നിയുടെയും ലിവറിൻ്റെയും യൂറിൻ്റെയും പരിശോധനകൾ ചെയ്തു. എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് അന്ന് തന്നെ ഡോക്ടറെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. കുരിശിൻ്റെ വഴി ഞാൻ ആദ്യമായിട്ട് വായിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ നാളെ ഞാൻ മെഡിക്കൽ സെറ്റിൽ പോയിട്ട് കിഡ്നി പരിശോധന നടത്തുമ്പോൾ എനിക്ക് നോർമൽ റിസൾട്ട് തരണം അമ്മ, എനിക്ക് കൃപാസനത്തിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. എന്നിട്ട് പിന്നെ നാളെ അവിടുത്തെ എന്ത് തന്നെയാണെങ്കിലും റിസൾട്ടിലൂടെ അമ്മ എനിക്കത് വെളിപ്പെടുത്തി തരണം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പരിശോധിക്കാൻ പോയി. പിറ്റേ ദിവസം പരിശോധിക്കാൻ പോയിട്ട് എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഡോക്ടർക്ക് റിസൾട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നെ നോക്കിയിട്ട്, എൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു, എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് യാതൊന്നും കാണാനില്ല, എല്ലാം നോർമലാണ്, ആ റിസൾട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സമർപ്പിക്കാൻ, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞു, എന്തിനാ വെറുതെ മോനെ കൊണ്ട് പൈസ ചിലവാക്കിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഉടമ്പടിയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒന്നും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ട പ്രകാരം അമ്മ എനിക്ക് നോർമൽ റിസൾട്ട് ഡോക്ടറെ കൈകൊണ്ട് എനിക്ക് തന്നു. അപ്പം ഞാനത് അമ്മയെ ആ നിമിഷം തന്നെ ഈശോയെ അമ്മയെ മഹത്വപ്പെടുത്തി കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗതി മന്ദിരത്തിൽ പോയിട്ട് അവർക്ക് അരിയും സാധനവും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കും. അവരെ ഞാൻ ആശ്വസിപ്പിക്കും. അവിടെ അവർക്ക് എല്ലാം ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. അവർ പിന്നെ അവരുടെ ആവശ്യങ്ങൾ ഓരോന്ന് തനിയെ ഞങ്ങളോട് പറയാൻ തുടങ്ങി. അവർക്ക് ഇന്ന ആവശ്യമുണ്ട്. അത് ഞങ്ങളപ്പോൾ അത് കേട്ട ഉടനെ ഞങ്ങളത് അവർക്കെല്ലാം വാങ്ങി കൊണ്ടേ കൊടുക്കാറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ അന്തരമൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പത്രവിതരണം ചെയ്യാറുണ്ട്. ഭർത്താവിന് ഇതുപോലെ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും, അമ്മ കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, പിന്നെ എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പറഞ്ഞ് എന്നും ഞാൻ
അമ്മയോട് ഞാൻ പറയും, ഇങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട് അമ്മ, അത് എന്നോട് പൊറുക്കണമെന്ന്. അപ്പോൾ പിന്നെ മൂന്നാമത് ഉടമ്പടി പുതുക്കിയ ശേഷം എൻ്റെ ഭർത്താവ് തനിയെ തന്നെ വിശ്വാസത്തിലേക്ക് വന്ന് ബൈബിള് വായിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ റൂമിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു. രണ്ടാമതുണ്ടായത്, ഞങ്ങൾക്ക് വരുമ്പോൾ എന്നും യാത്രയിൽ ബുദ്ധിമുട്ടാണ്. കാറിലോ ട്രെയിനിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഭർത്താവിനെ എന്നും നിർത്താതെയുള്ള ചുമ. കുറേ പരിശോധനകളൊക്കെ നടത്തി. പരിശോധനകൾ നടത്തുമ്പോൾ TB ഉണ്ടോ ന്യൂമോണിയ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പലപ്പോഴും പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നുമില്ല. പരിശോധിക്കുമ്പോൾ റിസൾട്ടൊക്കെ നോർമൽ. എന്നാൽ ഈ ചുമ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നമ്മുടെ അടുത്ത്. ഗ്യാസിൻ്റെ പ്രശ്നം എന്ത് ഗുളിക കഴിച്ചാലും മാറാതെ നിത്യം ഉണ്ടത്. എന്നിട്ട് അത് അധികരിക്കുമ്പോൾ ഛർദ്ദിക്കുക, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെ എൻ്റെ ഭർത്താവ് വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 4 ദിവസവും കൂടിയേ ഉള്ളൂ, 21/1/2025 ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കി തരണം. എൻ്റെ ഭർത്താവിൻ്റെ ഈ അസുഖം ഇപ്പോൾ തന്നെ പിടിച്ചു കെട്ടിയ പോലെ അമ്മത് എൻ്റെ ഭർത്താവിന് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരടയാളമായി തന്നെ, കൊടുങ്കാറ്റ് പോലെ ഒരടയാളമായിട്ട് അമ്മ ഇത് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവിന് പിന്നെ ആ നിമിഷം മുതൽ പിന്നെ ചുമ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി, പത്രവിതരണം തുടങ്ങി, വിശ്വാസം വർദ്ധിച്ചു. ജെറേമിയ 30:11 നിന്നെ രക്ഷിക്കുവാൻ നിന്നോടുകൂടെ ഞാനുണ്ട്.